എല്ലാ പ്രേക്ഷകർക്കും മിഡിസ് ചവറിലേക്ക് സ്വാഗതം. ഗസ സിറ്റിയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ 67 പേരെയാണ് ഇന്ന് മാത്രം കൊന്നത്. ഇവരിൽ 33 പേരും ഗസ സിറ്റിയിലാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ 21,000-ലധികം കുട്ടികൾക്ക് യുദ്ധത്തിൽ അംഗവൈകല്യം സംഭവിച്ചതായി UN കമ്മിറ്റി അറിയിച്ചു. 3 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം ദുരിതമനുഭവിക്കുകയാണെന്നും അടിയന്തര സഹായം ഉറപ്പാക്കണമെന്നും യൂണിസെഫ് ആവശ്യപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഫലസ്തീൻ പൗരൻ കൊല്ലപ്പെട്ടു. ഇസ്രായേലിനെതിരെ ഉപരോധം ഉൾപ്പെടെ കടുത്ത നടപടികൾ ബെൽജിയം പ്രഖ്യാപിച്ചു. ഹമാസ് മുഴുവൻ ബന്ദികളെയും കൈമാറിയാൽ ഇതെല്ലാം അവസാനിക്കുമെന്ന് US പ്രസിഡന്റും അവകാശപ്പെട്ടു. വംശഹത്യ ഇനിയും കണ്ടിരിക്കാനാകില്ലെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ വ്യക്തമാക്കി. ലോകവ്യാപകമായ ബഹിഷ്കരണം ഇസ്രായേലി വ്യവസായ മേഖലയിൽ വലിയ ആശങ്ക തന്നെയാണ് പരത്തുന്നത്. MC നാസർ വിവരങ്ങൾ നൽകും. MC, ഇവിടെ ഈ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടു നൽകാൻ തയ്യാറായാൽ യുദ്ധം അവസാനിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ വെടിനിർത്തൽ ചർച്ചകളെയൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് നയിക്കാൻ പോകുന്നതിനെ? ഇതിൽ നേരത്തെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏകപക്ഷീയമായി തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടത് പോലെ പൂർണ്ണമായിട്ടും ബന്ദികളെ കൈമാറണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു യുദ്ധവിരാമത്തിന് തങ്ങൾ ആലോചിക്കാം എന്നൊരു നിലപാട് നെതന്യാഹു നേരത്തെ മുതൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതല്ലാതെ പലസ്തീൻ ജനതയുടെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യങ്ങളും അംഗീകരിക്കാനുള്ള ഒരു താല്പര്യവും നെതന്യാഹു പ്രകടിപ്പിച്ചിട്ടില്ല. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ യുദ്ധം ഏതാണ്ട് 23 മാസങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ട്രംപും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഒരു അർത്ഥത്തിലുള്ള ഒരു കൂടിയാലോചനയ്ക്കോ നേരത്തെ ട്രംപിന്റെ ഭരണകൂടം തന്നെ മുന്നോട്ട് വെച്ച ആ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് സ്വീകരിച്ചതാണ്. അത് ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ഒരു നീക്കവും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് ട്രംപിന്റെ ഇന്നത്തെ പ്രതികരണം വ്യക്തമാക്കുന്നത്. 6, 7, 8 ബന്ദികളെ മാത്രം വിട്ടതുകൊണ്ടായില്ല. എല്ലാ ബന്ദികളെയും കൈമാറുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല ചില വാർത്തകൾ ഉണ്ടാകും എന്നൊരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഇസ്രായേൽ സന്ദർശനം, പ്രഖ്യാപിത ഇസ്രായേൽ സന്ദർശനം നടന്നാലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം, ഒരു വെടിനിർത്തലിലേക്കോ യുദ്ധവിരാമത്തിലേക്കോ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി ട്രംപിന്റെ അത്യന്തം ഏകപക്ഷീയമായിട്ടുള്ള ഈ പ്രതികരണം തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇസ്രായേൽ കൂടുതൽ ശക്തമായിട്ട് തുടരും എന്നതിന്റെ സൂചന കൂടിയായി. അത്തരമൊരു ആക്രമണത്തിന് അമേരിക്ക പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്നതുകൂടിയാണ് ഈ ട്രംപിന്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാവുന്നത്. SMC, ഇന്ന് ഗസ സിറ്റിയിൽ അടക്കം ആക്രമണം എത്രത്തോളം രൂക്ഷമായിരുന്നു? വ്യാപകമായിട്ടുള്ള ആക്രമണമാണ്. കാരണം ഇന്നലെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കൂടി കൂടുതൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടക്കുന്നു, ഷെല്ലാക്രമണം തുടരുന്നു. അതോടൊപ്പം തന്നെ സൈനിക കവചിത വാഹനങ്ങളുടെ നീണ്ട നിരകൾ തന്നെ ആ പ്രദേശത്തേക്ക് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അല്പം മുമ്പ് നെതന്യാഹു നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിലൂടെ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ ഒരു നിർണായകമായിട്ടുള്ള വിജയം ഇസ്രായേലിന് ലഭ്യമാകും എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. അതേസമയം ഒരു വെടിനിർത്തൽ കരാർ വളരെ പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന പ്രക്ഷോഭത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടുകൂടി ആണ് ഇപ്പോൾ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അത്തരം പ്രക്ഷോഭകർ ആഗ്രഹിക്കുന്നത് തന്നെ കൊല്ലുക എന്നതാണ്. അത്തരമൊരു വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി പുറമെ നിന്നുള്ള ആളുകളുടെ ഇടപെടലുകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത്. തന്റെ വസതികൾ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളെ വകവരുത്താനും കൂടി ഈ പ്രക്ഷോഭകർ ശ്രമിക്കുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഈ പ്രക്ഷോഭകർക്ക് എതിരെ കൈക്കൊള്ളണം. അവരെ തുറുങ്കിൽ അടയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുമായിട്ട് സുരക്ഷാ വിഭാഗം മുന്നോട്ട് പോകണം എന്നുകൂടിയാണ് നെതന്യാഹു ആവശ്യപ്പെട്ടത്. കാരണം ഈ ഒരു പ്രക്ഷോഭം ശക്തിയാർജിച്ചു വരുന്നത്, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ കുട്ടികൾ പഠിപ്പ് മുടക്കി ഈ പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേരുന്നത് ഉൾപ്പെടെയുള്ള അതിശക്തമായിട്ടുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഈ കൂടുതൽ ബലപ്രയോഗം പ്രക്ഷോഭകർക്ക് നേരെ വേണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഏറ്റവും അവസാനമായി നെതന്യാഹു ഉന്നയിച്ചു വരുന്നത്. ഇവിടെ ഇസ്രായേലിനെതിരായ ബെൽജിയത്തിന്റെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഒക്കെ നിലപാട്, അത് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന്?
ദിവ്യ, വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിലേക്കാണ് ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തിച്ചേരുന്നത്. കാരണം ഇത് രണ്ട് നിലക്കാണ്. ഒന്നിപ്പോ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, അത് കേവലമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിനപ്പുറം നിക്ഷേപ മേഖലകൾ, അതോടൊപ്പം തന്നെ ആയുധ ഇടപാടുകൾ, ഇതൊക്കെയും അടിയന്തരമായിട്ട് പുനഃപരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് മിക്ക രാജ്യങ്ങളും, പ്രധാനമായിട്ടും ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തങ്ങൾ നൽകുന്ന ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വംശഹത്യാ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകി വരുന്ന പിന്തുണ പിൻവലിക്കണമെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത് തുടരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മാസം ചേരുന്ന UN പൊതുസഭാ സമ്മേളനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ കൂടുതൽ ശക്തമായിട്ടുള്ള ഏകോപിത നീക്കം വേണമെന്ന ഒരാവശ്യം കൂടി ഉയരുന്നുണ്ട്. അതിന് തകിടം മറിക്കാൻ അമേരിക്കയെ മുന്നിൽ നിർത്തി ഇസ്രായേൽ പല നയതന്ത്ര നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും, നേരത്തെ മുതൽ ഇസ്രായേലുമായിട്ട് വലിയ നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന തുർക്കി അടുത്തിടെയാണ്, കഴിഞ്ഞ ആഴ്ചയോടുകൂടിയാണ് ഈ നയതന്ത്ര ബന്ധങ്ങൾ, പ്രധാനമായിട്ടും നിക്ഷേപ മാർഗങ്ങളിലുള്ള സഹകരണം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ കപ്പലുകൾക്കും വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നിപ്പോൾ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ അറിയിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഇനിയും ഈ വംശഹത്യ കയ്യും കെട്ടി കണ്ടു നിൽക്കാനാവില്ല. കൂടുതൽ ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് പോകാൻ തങ്ങൾ നിർബന്ധിതമാകുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളും തുർക്കിയുമായി ആശയവിനിമയം തുടരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തുർക്കി കടന്നേക്കുമെന്ന സൂചന കൂടിയാണ് ഉർദുഗാന്റെ ഏറ്റവും അവസാനമെന്ന ഈ പ്രതികരണം കൂടി തെളിയിക്കുന്നത്. ദിവ്യ, MC, ഓരോ ദിവസവും നമുക്കറിയാം ഗസയിൽ പട്ടിണി മരണം അത്രത്തോളം രൂക്ഷമാവുകയാണ്. അതിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് വളരെ സങ്കടകരം. 20,000-ലധികം കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകുന്നു. ഈ മര്യാദയ്ക്ക് ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ട്, ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള പോഷകാഹാരക്കുറവ് അവർക്ക് നേരിടേണ്ടി വരുന്നു, പല വിധത്തിലുള്ള അസുഖങ്ങൾ. അപ്പോൾ ഗസയിൽ നിന്നുള്ള കാഴ്ചകൾ എത്രത്തോളം ലോക മനസാക്ഷിയെ തന്നെ ഉലയ്ക്കുന്നതാണ്? ദിവ്യ, നമ്മള് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ആഭ്യന്തര സംഘർഷങ്ങളുടെ ഘട്ടങ്ങളിലും അധിനിവേശത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളിലും ഒക്കെ അന്തർദേശീയ ചട്ടങ്ങൾ പ്രകാരം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഒരു വംശഹത്യാ പദ്ധതി അല്ലെങ്കിൽ ആക്രമണത്തിൽ 3 വിഭാഗങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ നൽകാൻ അന്തർദേശീയ ചട്ടങ്ങൾ പ്രധാനമായി നിർദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന് കുട്ടികളാണ്, രണ്ടാമത്തത് സ്ത്രീകളാണ്, മൂന്നാമത്തത് വയോധികരാണ്. ഇവരെ ഒരു നിലയ്ക്കും ആക്രമിക്കുന്ന സാഹചര്യം, ഇവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് എല്ലാ UN ചാർട്ടറുകളിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളിലും വളരെ കണിശമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തര സംഘർഷ വേളയിൽ ഈ 3 വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ വിഭാഗങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നുകൂടിയാണ് ഈ ചാർട്ടറുകളും അതോടൊപ്പം തന്നെ ഈ നിയമങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കൂ, 63,000-ലധികം പേർ ഔദ്യോഗികമായി തന്നെ കൊല്ലപ്പെട്ട കണക്കുകൾ നോക്കുമ്പോൾ 20,000-ഓളം പേർ അതിൽ കുട്ടികളാണ്. ഇന്നിപ്പോ യൂണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം 21,000 കുട്ടികൾക്കാണ് അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ അംഗവൈകല്യം ഒരു നിലക്കും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അംഗവൈകല്യം സംഭവിച്ച ആയിരക്കണക്കിന് കുട്ടികളും ഇവരിൽ ഉൾപ്പെടും. ഇപ്പം 2 വർഷത്തിലധികമായി പഠനം പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ, ഈ പരിഷ്കൃത ലോകത്തിന്റെ കൺമുമ്പിലാണ് ഈ ക്രൂരതയും ഈ നീതി നിഷേധവും ക്രൂരതയാർന്ന ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഗർഭിണികളെന്നോ എന്ന നോക്കാതെയുള്ള അതിക്രൂരമായ ആക്രമണമാണ്, വംശഹത്യയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നതും. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാസ്പോർട്ടോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ കാണിക്കാതെ വിമാനയാത്ര സാധ്യമാക്കുന്ന സ്മാർട്ട് കോറിഡോർ സംവിധാനം ദുബൈയിൽ വിപുലമാക്കുന്നു. ദുബൈ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3-ലാണ് ഈ സൗകര്യം വിപുലമാക്കുന്നത്. റെഡ് കാർപ്പറ്റ് എന്ന പേരിലാണ് ദുബൈ വിമാനത്താവളം ടെർമിനൽ 3-ൽ സ്മാർട്ട് കോറിഡോർ സംവിധാനം വിപുലീകരിക്കുന്നത്. എമിഗ്രേഷൻ നടപടികൾക്ക് ഇവിടെ പാസ്പോർട്ടോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൊറിഡോറിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെ മുഖവും കണ്ണും സ്കാൻ ചെയ്യുന്ന ക്യാമറകൾ AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ യാത്രക്കാരെ തിരിച്ചറിയും. സ്മാർട്ട് കൊറിഡോറിൽ ഒരേ സമയം 10 യാത്രക്കാരെ കൈകാര്യം ചെയ്യാം. 6 മുതൽ 14 സെക്കൻഡ് കൊണ്ട് യാത്രക്കാരെ തിരിച്ചറിയുന്ന നടപടി പൂർത്തിയാകും. ദുബൈയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം.
ലോകത്തെ ആദ്യത്തെ അതിവേഗ എമിഗ്രേഷൻ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സാങ്കേതികവിദ്യ ഏറ്റവും പുതിയ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. മീഡിയ 1, ദുബായ്. ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള എക്കോണമി ക്ലാസ് വിത്തൌട്ട് ബാഗേജ് വിഭാഗം അവതരിപ്പിച്ചു കുവൈറ്റ് എയർവേസ്. യാത്രക്കാർക്ക് 7 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു ക്യാബിൻ ബാഗ് മാത്രമേ ഈ വിഭാഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. പുതിയ സൗകര്യം ചെറിയ ബിസിനസ് യാത്രകൾക്കും വലിയ ലഗേജ് ഇല്ലാത്ത യാത്രകൾക്കും ഏറെ പ്രയോജനകരമാണെന്ന് എയർവേസ് ചെയർമാൻ അബ്ദുൽ മൊഹസിൻ അൽ ഫഖാൻ വ്യക്തമാക്കി. ടെർമിനൽ 4-ൽ സെൽഫ് സർവീസ് മെഷീനുകൾ വഴി നേരിട്ട് ബോർഡിംഗ് പാസ് എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. UAE-യിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോടുള്ള വിശ്വാസം കുറയുന്നുവെന്ന് സർവേ. ഇൻസൈഡ് ഡിസ്കവറി നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. 21% പേരും ഇൻഫ്ലുവൻസേഴ്സ് കാറ്റഗറിയിലുള്ളവരെ ഏറ്റവും മോശമെന്നാണ് റാങ്ക് ചെയ്തത്. സർവേയിൽ ടെലികോളർമാർ, ക്രെഡിറ്റ് കാർഡ് വിതരണക്കാർ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ എന്നിവരെക്കാൾ താഴെയാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇൻസൈഡ് ഡിസ്കവറിയുടെ വേഴ്സ്റ്റ് റെപ്യൂട്ടേഷൻ ഇൻ ദ UAE പഠനത്തിന്റെ ഭാഗമായാണ് കണ്ടെത്തൽ. നിലവാരമില്ലാത്ത പ്രൊമോഷനുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപദേശങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും UAE-യിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷവും ക്രെഡിറ്റ് കാർഡ് വിതരണക്കാരും റിക്രൂട്ടേഴ്സുമായിരുന്നു ഏറ്റവും മോശം കാറ്റഗറിയിൽ മുന്നിലുണ്ടായിരുന്നത്. അതിനാണ് മാറ്റം സംഭവിച്ചത്. ഏറ്റവും വിശ്വാസമില്ലാത്ത രണ്ടാമത്തെ ജോലിയായി 19% പേരും തിരഞ്ഞെടുത്തത് ടെലികോളർമാരെയാണ്. തുടർന്ന് ക്രെഡിറ്റ് കാർഡ് വിതരണക്കാർ, റിക്രൂട്ട്മെന്റ് കമ്പനികൾ, റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ, ഇങ്ങനെ പോകുന്നു പട്ടിക. മീഡിയ 1, ദുബായ്. സൗദി ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഡിസ്കൗണ്ട് വിൽപ്പന നടത്താൻ സ്ഥാപനങ്ങൾക്ക് ലൈസൻസുകൾ അനുവദിച്ചു തുടങ്ങിയതായി വാണിജ്യ മന്ത്രാലയം. സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് സ്ഥാപനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകാനാവുക. രാജ്യത്ത് പ്രത്യേക ലൈസൻസ് നേടാതെ വില കുറച്ച് വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ് പ്രഖ്യാപിക്കാനാണ് പ്രത്യേക ലൈസൻസുകൾ. വാണിജ്യ മന്ത്രാലയത്തിൽ ഇതിന് ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകണം. ഈ സ്റ്റോറുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ദേശീയദിന ഓഫറുകൾ നൽകാനായി ലൈസൻസുകൾ നിർബന്ധമാണ്. ലൈസൻസുകൾ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വേണം. സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ദേശീയദിന ഡിസ്കൗണ്ട് നൽകാനാവുക. വിലക്കിഴിവുള്ള സാധനങ്ങളുടെ പ്രൈസ് ടാഗ് സ്ഥാപിക്കണം. വിലക്കിഴിവുകളുടെ തരവും ശതമാനവും കാലാവധിയും ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും വ്യക്തമാക്കണം. ബാർകോഡ് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഉപഭോക്താവിന് വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകണം. നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയം പരിശോധനയും നടത്തും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വളർച്ച. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഏകദേശം 5000 കോടി ഖത്തർ റിയാലിന്റെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം നടന്നത്. സ്വകാര്യ മേഖലയിലടക്കം വ്യാപാരത്തിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ 4800 കോടി ഖത്തർ റിയാൽ മൂല്യമുള്ള വ്യാപാരം നടന്നു എന്നാണ് ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഏറ്റവും പുതിയ കണക്ക്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഖത്തർ സംയുക്ത നിക്ഷേപ ഉന്നതതല സമിതി യോഗത്തിൽ ചേംബർ ബോർഡ് അംഗം മുഹമ്മദ് ബിൻ മഹ്ദി അൽ അഹ്ബാബിയാണ് കണക്കുകൾ പങ്കുവച്ചത്. ഖത്തറിന്റെ ഏറ്റവും സുപ്രധാന വ്യാപാര പങ്കാളിയായി ഇന്ത്യ തുടരുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുമേഖലയിൽ മാത്രമല്ല, സ്വകാര്യ മേഖലയിൽ കൂടി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് വ്യാപാര തോതെന്ന് അൽ അഹ്ബാബി ചൂണ്ടിക്കാട്ടി. വിവിധ മേഖലകളിലെ സഹകരണം ചർച്ച ചെയ്ത യോഗത്തിൽ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇൻവെസ്റ്റ് ഖത്തർ, ഖത്തർ ഫ്രീ സോൺ അതോറിറ്റി തുടങ്ങിയ ബിസിനസ് കൂട്ടായ്മകളുടെ ഭാരവാഹികൾ പങ്കെടുത്തു. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാനും തീരുമാനമായി. അതോറിറ്റി ഇന്ത്യയിൽ നടത്തുന്ന $10 ബില്യൺ നിക്ഷേപങ്ങൾക്ക് ഓഫീസ് മേൽനോട്ടം വഹിക്കും. സമിതി യോഗത്തിന് പിന്നാലെ ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള സാധ്യതകൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നതായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വെളിപ്പെടുത്തിയിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $28 ബില്യൺ എത്തിക്കാനാണ് ഇരു രാഷ്ട്രങ്ങളും ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇത് $13.2 ബില്യൺ ആണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നത്. മീഡിയ 1, ദോഹ. സൗദിയിലെ ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിച്ചു. പുതുക്കി പണിത കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ജിദ്ദ കോൺസൽ ജനറൽ നിർവഹിച്ചു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ KG പ്രൈമറി കെട്ടിടങ്ങളാണ് മനോഹരമാക്കി മാറ്റിയത്. നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം
ജിദ്ദ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി നിർവഹിച്ചു. ജിദ്ദ ഹയ്യു റിഹാബിലെ സ്കൂളിന്റെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് പുതുക്കി പണിഞ്ഞത്. കുഞ്ഞു വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓഫീസ് മുറികളും ശുചിമുറികളും മികച്ചതാക്കി. ഇന്ത്യൻ എംബസിയുടെ കീഴിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കമ്മ്യൂണിറ്റി സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഇമ്രാൻ, മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് സലീം, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ജിദ്ദ. ജൂലൈ വരെ അനുഭവപ്പെട്ട മാന്ദ്യത്തിന് ശേഷം സൗദി സ്വകാര്യ മേഖലയിലെ വിപണി തിരിച്ചുകയറുന്നു. കൺസ്ട്രക്ഷൻ, റീറ്റെയിൽ, സേവന മേഖലകളിൽ വളർച്ച തിരിച്ചെത്തുന്നതായി ഓഗസ്റ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് ഈ വർഷം ആദ്യത്തിലുണ്ടായിരുന്ന വളർച്ച പിന്നീട് മാന്ദ്യത്തിലേക്ക് നീങ്ങിയിരുന്നു. സൗദിയിലെ പ്രവാസികളടക്കം ജോലി ചെയ്യുന്ന പ്രധാന മേഖലയാണ് സ്വകാര്യ മേഖല. എണ്ണേതര സ്വകാര്യ മേഖല ഓഗസ്റ്റിൽ വളർച്ചാ സ്ഥിരത കൈവരിച്ചതായി സർവേകൾ സൂചിപ്പിക്കുന്നു. സൗദിയിലെ ബാങ്കുകളും ഇത് സ്ഥിരീകരിച്ചു. നിർമ്മാണം, റീറ്റെയിൽ, സേവന മേഖലകളിൽ ഇതിന്റെ ഗുണമുണ്ടാകും. രാജ്യത്തെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ജൂലൈയിൽ 56.3 നിന്ന് ഓഗസ്റ്റിലെത്തുമ്പോൾ 56.4 മാത്രമാണ് ഉയർന്നത്. ഇത് വളരെ കുറഞ്ഞ മാറ്റമാണ്. എന്നാൽ വർഷത്തിലെ തുടക്കത്തിൽ നിന്ന് താഴോട്ട് പോയ സ്ഥിതി തിരികെ പിടിക്കുന്നതിന്റെ സൂചനയായി ബാങ്കുകൾ ഈ കണക്ക് ചൂണ്ടിക്കാട്ടുന്നു. ജൂലൈക്ക് ശേഷം പുതിയ നിർമ്മാണ കരാറുകളും വന്നിട്ടുണ്ട്. പുതിയ പദ്ധതികൾക്കും തുടക്കമായി. രാജ്യത്തെ ഇൻവെന്ററി വളർച്ച 4 മാസത്തെ ഉയർന്ന നിലയിലെത്തി. അതേസമയം നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന വിപണിയിൽ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ സ്വകാര്യ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിൽ ഫീസ് വർധന ഉണ്ടാകില്ല. വിദ്യാഭ്യാസ മന്ത്രി ജലാൽ അൽ തബ്തബായി ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവച്ചു. രക്ഷിതാക്കളുടെ സാമ്പത്തിക ഭാരവും വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രണവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 2018 പുറത്തിറക്കിയ ഫീസ് വർധന നിരോധിച്ച ഉത്തരവ് ഈ വർഷത്തെ അധ്യയന വർഷത്തേക്ക് നീട്ടിയാണ് തീരുമാനം. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഫീസ് സംബന്ധിച്ച 2020 ഉത്തരവ് ഈ അധ്യയന വർഷത്തിലും തുടരും. നിയമവിരുദ്ധമായി ഫീസ് കൂട്ടുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ എണ്ണ കമ്പനി നയാരയ്ക്കുള്ള എണ്ണ വിതരണം നിർത്തി സൗദി അരാംകോ. ഇറാഖ് എണ്ണ കമ്പനി സൊമോയും ഇന്ത്യയിലേക്കുള്ള വിതരണം നിർത്തിയിട്ടുണ്ട്. നയാരയ്ക്കുള്ള യൂറോപ്യൻ യൂണിയൻ ഉപരോധത്തിന് പിന്നാലെയാണ് നടപടി. 3 ലക്ഷം ബാരലാണ് സൗദിയും ഇറാഖും ഇന്ത്യയിലെത്തിച്ചിരുന്നത്. ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ പിന്തുണയുള്ള ഇന്ത്യൻ റിഫൈനറി നയാര എനർജിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈൻ യുദ്ധം ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇതിന് പിന്നാലെയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനി സൗദി അരാംകോയും ഇറാഖിന്റെ സോമോയും നയാരക്ക് ക്രൂഡ് ഓയിൽ വിതരണം നിർത്തിയത്. ഷിപ്പിംഗ് രേഖകളടക്കം ചൂണ്ടിക്കാട്ടി റോയിട്ടേഴ്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഷിപ്പിംഗ് ഡാറ്റ പ്രകാരം ജൂലൈ 18 അവസാനമായി നയാരക്ക് സൗദിയിൽ നിന്നും എണ്ണ ലഭിച്ചത്. ഇറാഖിൽ നിന്ന് 2ഉം സൗദിയിൽ നിന്ന് 1 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമാണ് നയാരക്ക് ഓരോ മാസവും ലഭിച്ചത്. നയാര എനർജിയിൽ റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന് 49.13% ഓഹരിയുണ്ട്. ഈ വരുമാനം റഷ്യൻ ഭരണകൂടത്തിന് ലഭിക്കുന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂറോപ്യൻ യൂണിയൻ ഉപരോധം. ഇതോടെ ഓഗസ്റ്റിൽ നയാരക്ക് റഷ്യയിൽ നിന്ന് മാത്രമാണ് എണ്ണ ഇറക്കുമതി ചെയ്യാനായത്. ഗുജറാത്തിലുള്ള നയാര റിഫൈനറിയിൽ പ്രതിദിനം 4 ലക്ഷം ബാരലാണ് ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം. 6600 ഇന്ധന പമ്പുകളിലൂടെ ഇന്ത്യയിലെ 7% ഊർജ്ജ ആവശ്യമാണ് നയാര നികത്തുന്നത്. സൗദി അരാംകോ ഉൾപ്പെടെ വിതരണം നിർത്തിയതോടെ നിലവിൽ ആകെ ശേഷിയുടെ 60 മുതൽ 70% വരെ ശേഷിയിൽ മാത്രമാണ് നയാരയുടെ ഇന്ധന വിതരണം. ഉപരോധം കാരണം വൻകിട ഷിപ്പിംഗ് ലൈനുകൾ ചരക്കു കപ്പൽ നൽകില്ല. ഇതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അംഗീകൃതമല്ലാത്ത ഷിപ്പിംഗ് ലൈനുകൾ വഴിയായിരിക്കും എണ്ണ കമ്പനികൾ ആവശ്യം നികത്തുക. എന്നാൽ ഇത് ചിലവേറിയതാണ്. ഇത് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുമെന്നാണ് സൂചന. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. യാത്രക്കാർക്ക് സേവനം നിഷേധിക്കാൻ ടാക്സി ഡ്രൈവർമാർക്ക് അനുമതി നൽകി സൗദി അറേബ്യ. ടാക്സി സേവനങ്ങൾക്കായി പുറത്തിറക്കിയ പുതുക്കിയ മാനദണ്ഡത്തിലാണ് പുതിയ നിയമം. 9 സാഹചര്യങ്ങളിലാണ് യാത്രക്കാരെ വാഹനത്തിൽ കൊണ്ടുപോകാതെ ഇരിക്കാൻ ഡ്രൈവർമാർക്ക് അനുമതി നൽകിയത്.
ടാക്സി സേവനങ്ങൾക്കായാണ് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത്. പുതിയ ചട്ടപ്രകാരം 9 സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് സേവനം നൽകാതിരിക്കാം. അവ ഇപ്രകാരമാണ്: യാത്രക്കാർ വാഹനത്തിൽ പുകവലിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ, യാത്രക്കാരുടെ എണ്ണം സീറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്ന സാഹചര്യം, യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നാൽ, അക്രമകരമായ പെരുമാറ്റം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ, അറിയാത്ത ഡെസ്റ്റിനേഷനിലേക്ക് സേവനം നൽകാൻ ആവശ്യപ്പെടുക, വാഹനത്തിന് കേടുപാട് വരുത്തുക, സാമൂഹ്യ മര്യാദകളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിക്കാതെ പെരുമാറുക, മറ്റ് യാത്രക്കാരോട് മോശമായും അശ്രദ്ധമായും പെരുമാറൽ, പൊതുവായ നിയമലംഘനങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് സേവനം നിഷേധിക്കാൻ കഴിയുക. വാഹനത്തിന്റെ പ്രവർത്തന കാലാവധി 5 വർഷം കവിയരുത്. ട്രാഫിക് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ടെക്നിക്കൽ ഉപകരണങ്ങൾ, ഐഡന്റിറ്റി സ്റ്റിക്കർ തുടങ്ങിയവ ഉണ്ടായിരിക്കണം. പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിർദ്ദേശങ്ങളും പുതിയ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടും. മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ റിയാദ് എഡ്യു എക്സ്പോയ്ക്ക് ഈ മാസം തുടക്കമാകും. 12, 13 തീയതികളിൽ റിയാദിലെ അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചായിരിക്കും എക്സ്പോ. കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള വിവിധ സെഷനുകൾ പരിപാടിയുടെ ഭാഗമാകും. ടാർഗറ്റ് ഗ്ലോബൽ അക്കാദമി സംഘടിപ്പിക്കുന്ന റിയാദ് എഡ്യു എക്സ്പോയുടെ 2ാം എഡിഷനാണ് തുടക്കമാകുന്നത്. ഈ മാസം 12, 13 തീയതികളിലായിരിക്കും പരിപാടി. റിയാദിലെ അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളായിരിക്കും വേദി. കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള പാനൽ ഡിസ്കഷൻ, സെമിനാറുകൾ, ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ, കരിയർ കൗൺസിലിംഗ് സെഷനുകൾ തുടങ്ങിയവ എക്സ്പോയുടെ ഭാഗമാകും. സൗദിയിലെ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് പല പാരൻസും ചോദിച്ചറിയാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ നയിക്കുന്ന സെഷനുകൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, നീറ്റ്, JEE, സാറ്റ് പോലെയുള്ള പരീക്ഷാ കോച്ചിങ്ങുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, കൊമേഴ്സ്, അതേപോലെ തന്നെ സ്റ്റഡി അബ്രോഡ്. നിങ്ങൾക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്ക് MBBS ചെയ്യാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. റഷ്യ, ജോർജിയ, ഉക്രൈൻ പോലെയുള്ള, ഉക്രൈൻ നേരത്തെ പോയിരുന്നു, ഇപ്പോൾ പോകുന്നില്ല. മറ്റു പല രാജ്യങ്ങളിലേക്കും MBBS ചെയ്യാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്ന സ്റ്റഡി അബ്രോഡ് സെഷൻ, ഈ സെഷനിലൊക്കെ ഈ രംഗത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ സെഷൻസും നയിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ, പ്രദർശനങ്ങൾ എന്നിവ എക്സിബിഷന്റെ ഭാഗമാകും. റിയാദ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് എക്സ്പോ. ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ സൗജന്യമായിരിക്കും പ്രവേശനം. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അസ്ലം, സുഹേൽ കൊടുവള്ളി, മുജീബ് മൂത്തോട്ട്, ജാഫർ പുത്തൂർമടം, കുഞ്ഞോയി കോടമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സൗദിയിലെത്തി. റിയാദിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഫലസ്തീൻ വിഷയവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര കരാറുകളിലും ധാരണയിലെത്തും. UAEയിലെ വിവിധ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. സൗദി ജിദ്ദയിൽ നിന്ന് അവധിക്ക് പോയ പ്രവാസി നാട്ടിൽ മരിച്ചു. മലപ്പുറം തൃപ്പനച്ചി വെസ്റ്റ് മുത്തന്നൂർ സ്വദേശി ഷൗക്കത്ത് അലിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മകന്റെ വിവാഹത്തിനായാണ് ഷൗക്കത്ത് അലി നാട്ടിലേക്ക് പോയത്. ഖബറടക്കം നാട്ടിൽ നടത്തി. AFC Under-23 ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ബഹ്റൈനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. മുഹമ്മദ് സുഹൈൽ, ഷിഫാൽഡോ സിംഗ് എന്നിവരാണ് ഗോൾ നേടിയത്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, എത്ര തകർപ്പൻ ജയമായിരുന്നു ഇന്ത്യയുടേത്? ദിവ്യ, ഇന്ന് വൈകിട്ട് ഖത്തർ സമയം 6:15 ഇന്ത്യയുടെ മത്സരം. വളരെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ തകർപ്പൻ ജയം തന്നെ ബഹ്റൈനെതിരെ ഇന്ത്യ നേടി എന്നുള്ളതാണ്. നമ്മൾ അത്ര നല്ലൊരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ച്, എന്താ പറയുക, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഒക്കെ വിലയിരുത്തുന്ന ആളുകളാണെങ്കിൽ അത്ര ഗംഭീരമായ ഒരു മത്സരം ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത്. എങ്കിൽ പോലും ഇന്ത്യ വളരെ ഗംഭീരമായ കാര്യം 2 ഗോളുകൾ മലയാളി ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ഗോൾ നേടിയത് 31-ാം മിനിറ്റിൽ പഞ്ചാബ് എഫ്സിയുടെ മലയാളിയായിട്ടുള്ള 18 വയസ്സുകാരൻ, വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് മുഹമ്മദ് സുഹൈലാണ്
രണ്ടാമത്തെ ഗോൾ നേടിയത് ഷിവാൾഡോ സിംഗ് ആണ്. കളി അവസാനിക്കാൻ ഏകദേശം കുറച്ച് മിനിറ്റ് മാത്രം, ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഷിവാൾഡോ സിംഗ് ഗോൾ നേടുന്നത്. പക്ഷെ അതിന് അസിസ്റ്റ് കൊടുത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം MS ശ്രീകുട്ടനാണ്. ഇങ്ങനെ രണ്ട് മലയാളികളുടെ ടച്ചുള്ള 2 ഗോളുകളോടുകൂടിയാണ് ബഹ്റൈനെതിരെയുള്ള മത്സരം ഇന്ത്യ പൂർത്തിയാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോച്ച് നൗഷാദ് മൂസയുടെ കീഴിൽ വളരെ നല്ല അച്ചടക്കത്തോടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്നത്തെ കളി നടത്തിയത്. ബഹ്റൈനെ പോലെ ശക്തമായ ടീമിനെതിരെ നല്ല മികച്ച ഡിഫൻസ് പുറത്തെടുക്കുകയും കഴിയുന്ന രീതിയിൽ വളരെ മികച്ച ആക്രമണവും മെനഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഫൈനൽ തേർഡിൽ ബഹ്റൈൻ കളിക്കാർക്ക് വേണ്ടത്ര അവസരങ്ങൾ ഉണ്ടായില്ല. അവരൊരു ഗോളാണ് നേടിയത്. അത് തന്നെ ഒരു ഗോൾ നേടിയെങ്കിലും അതൊരു ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർന്നു. എങ്കിൽ പോലും 2 തുല്യ ബലാബല ശക്തികളുടെ ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരം ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഈ 2 ഗോളിന്റെ വ്യത്യാസം കൃത്യമായി ഇന്ത്യക്ക് ലീഡ് നേടിക്കൊടുത്തു. ഗ്രൂപ്പ് എച്ചിൽ ശക്തരായ ഖത്തറടങ്ങുന്ന ഗ്രൂപ്പ് എച്ചിലാണ് ഇന്ത്യ ഉള്ളത്. ഇതോടുകൂടി ഇന്ത്യക്ക് 3 പോയിന്റായി. ഈ 3 പോയിന്റോടുകൂടി അടുത്ത മത്സരത്തിൽ 6-ാം തീയതി വരുന്ന ഖത്തറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആത്മവിശ്വാസത്തോടുകൂടെ ഇന്ത്യക്ക് കളത്തിൽ ഇറങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ദിവ്യ. UAE-യിലെ അജ്മാൻ എമിറേറ്റിന്റെ മുന്നേറ്റത്തെ അടയാളപ്പെടുത്താൻ ഗൾഫ് മാധ്യമം അജ്മാൻ കാൾസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 21-ന് അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലാണ് പരിപാടി. അരനൂറ്റാണ്ടിനിടെ അജ്മാന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ അർപ്പിച്ച ഇന്ത്യൻ ബിസിനസ് പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും. 5000-ഓളം പ്രവാസി സമൂഹത്തിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയിൽ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മാൻ എന്ന എമിറേറ്റ്സിൻ്റെ പുരോഗതിയിൽ മലയാളികൾ, ഇന്ത്യക്കാർ ആയ നമ്മുടെയൊക്കെ സംഭാവനയെ എടുത്തു കാണിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ അവിടെയുള്ള അജ്മാൻ എന്ന എമിറേറ്റ്സിൻ്റെ പുരോഗതിയിൽ പങ്കുവഹിച്ച ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രോഗ്രാമായിരിക്കും അജ്മാൻ കോൾസ്. ഗൾഫ് മാധ്യമം ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രോഗ്രാം നടത്തുന്നത്. അജ്മാൻ കോൾസിൻ്റെ ഭാഗമായിട്ട് മെൻ്റലിസ്റ്റ് ആദിയുടെ ഷോ ഉണ്ട്. അതിനുശേഷം ഈവനിങ്ങിൽ അതിനോടൊപ്പം തന്നെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഷോസും ഉണ്ട്. പ്രധാനമായിട്ടും ഇതൊരു അജ്മാൻ്റെ പുരോഗതിയുടെ ഒരു ആഘോഷം കൂടിയായിരിക്കും. കുവൈറ്റിലെ ഹവലിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ സംരംഭമായ ലുലു ഡെയിലി ഫ്രഷ് പ്രവർത്തനം ആരംഭിച്ചു. ട്യൂണിസ് സ്ട്രീറ്റിലെ അൽ ബഹർ സെന്ററിലാണ് പുതിയ സ്റ്റോർ തുറന്നത്. രാജ്യത്തെ 17ാമത്തെ ലുലു ഔട്ട്ലെറ്റും കുവൈറ്റിലെ ആദ്യത്തെ ഡെയിലി ഫ്രഷ് സ്റ്റോറുകളിൽ ഒന്നുമാണ് ഇത്. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹവലിയിൽ പുതിയ സംരംഭമായ ലുലു ഡെയിലി ഫ്രഷ് ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫലിയുടെ സാന്നിധ്യത്തിൽ ഫഹദ് അബ്ദുറഹ്മാൻ അൽ ബഹർ, അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ ബഹർ, ആദിൽ അലി അൽ ബഹർ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഏകദേശം 4700 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റോറിൽ കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള പലചരക്ക് സാധനങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ശീതീകരിച്ച ഇനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 300 വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായ മൾട്ടി സ്റ്റോർ പാർക്കിംഗ് സൗകര്യവും സ്റ്റോറിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് സെപ്റ്റംബർ 6 വരെ പ്രത്യേക ഓഫറുകൾ ലഭിക്കും. കുവൈത്തിലെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാൽമിയ, ജാബറുൽ അഹമ്മദ്, സബാൽ സാലിം, ഇസ അൽ മുബാറക്, അൽ മുത്തല സിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ ഉടൻ പുതിയ സ്റ്റോറുകൾ തുറക്കുമെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അറിയിച്ചു. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഓണം ആഘോഷിക്കുക. സോ വിഷ് യു ഹാപ്പി ഓണം ടു എവരിബഡി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. AI വികസനം ലക്ഷ്യമിട്ട് നാഷണൽ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കാൻ ഖത്തർ. ഇതുമായി ബന്ധപ്പെട്ട കരട് പ്രമേയത്തിന് ഖത്തർ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. IT കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് സെന്റർ പ്രവർത്തിക്കുക. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് സൗദിന്റെ അധ്യക്ഷതയിലായിരുന്നു മന്ത്രിസഭാ യോഗം. വാർത്തയിലേക്ക്. ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. പത്തനംതിട്ട അടൂർ സ്വദേശി ജയകുമാർ ജനാർദ്ദനക്കുറുപ്പാണ് മരിച്ചത്. 2006 മുതൽ ബഹ്റൈനിൽ പ്രവാസിയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കുവൈറ്റിലെ മുത്ലയിൽ ജോലിസ്ഥലത്തെ അപകടത്തിൽ പ്രവാസി മലയാളി മരിച്ചു. ലിഫ്റ്റ് ഷാഫ്റ്റിൽ നിന്ന് താഴേക്ക് പതിച്ച തൊഴിലാളി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. മരിച്ച തൊഴിലാളി സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്നതടക്കം പരിശോധിക്കും. തൊഴിലാളിയുടെ സ്പോൺസർഷിപ്പ് അടക്കം പരിശോധനയിൽപ്പെടും. ദുബായ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി മാന്യതയുടെ മാധ്യമ സീമ എന്ന പേരിൽ
മീഡിയ സിംപോസിയം സംഘടിപ്പിച്ചു. ദുബായ് ടെലിവിഷൻ ഡയറക്ടർ ഈസ അൽമറി ഉദ്ഘാടനം ചെയ്തു. മുജീബ് കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. ആകാശവാണി മുൻ അവതാരകൻ ഹക്കീം കൂട്ടായി, NTV ചെയർമാൻ മാത്തുക്കുട്ടി കഡോൺ, മീഡിയ വൺ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ഷിനോജ് കെ ഷംസുദ്ദീൻ, ഷെരീഫ് കരേക്കാട്, അഷ്റഫ് പരി തുടങ്ങിയവർ സംസാരിച്ചു. ഷെരീഫ് മലബാർ മോഡറേറ്ററായിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജമൊരുക്കിയ പിള്ളേരോണം കുട്ടികളുടെ മികച്ച പങ്കാളിത്തം കൊണ്ട് ആവേശകരമായി. ശ്രാവണം എന്ന പേരിൽ 2 മാസക്കാലത്തോളം കേരളീയ സമാജമൊരുക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. കുട്ടികളടക്കം അണിനിരന്ന ചെണ്ടവാദ്യത്തോടെയായിരുന്നു പിള്ളേരോണത്തിന്റെ ആവേശകരമായ തുടക്കം. സംഘാടകരായി വനിതാവേദിയുടെയും പിള്ളേരോണം കമ്മിറ്റി അംഗങ്ങളുടെയും കർമ്മനിരതരായ അംഗങ്ങൾ. കുട്ടികളെ ഉത്സാഹത്തിമിർപ്പിലാക്കുന്ന വിവിധ മത്സരങ്ങളും വിനോദ പരിപാടികളും. പങ്കാളിത്തം കൊണ്ട് കുട്ടികളും പ്രോത്സാഹനം കൊണ്ട് രക്ഷിതാക്കളും പിള്ളേരോണം കെങ്കേമമാക്കി. വിദ്യാർത്ഥികളുടെ വേഷപ്പകർച്ചകളും കലാപ്രകടനങ്ങളും സദസ്സ് മനം നിറഞ്ഞ് ആസ്വദിച്ചു. പുലിക്കളിയും കഥകളിയും തെയ്യങ്ങളും നൃത്യങ്ങളുമൊക്കെയായി ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾ ആഘോഷത്തെ വർണ്ണാഭമാക്കി. ഉത്സവഛായ പകർന്ന കാഴ്ചകൾക്കും കലാപ്രകടനങ്ങൾക്കുമൊടുവിൽ കുട്ടികൾക്കായി സംഘാടകർ വിളമ്പിയ കേമൻ സദ്യ കൂടിയായപ്പോൾ പിള്ളേരോണം പ്രവാസലോകത്തെ കുട്ടികൾക്ക് ആസ്വാദ്യകരമായ അനുഭവമായി. ഉദ്ഘാടനം മുൻ MLA സത്യൻ മൊകേരി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. മാത്യു കുഴൽനാടൻ MLA അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ആക്ടിംഗ് സെക്രട്ടറി മഹേഷ് ജി പിള്ളൈ, വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, പിള്ളേരോണം കമ്മിറ്റി അംഗങ്ങൾ, വനിതാവേദി പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ. ഈ മാസം 7-ന് ബഹ്റൈന്റെ ആകാശത്ത് അപൂർവ പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുമെന്ന് വാന നിരീക്ഷണ വിദഗ്ധർ. ബഹ്റൈൻ സമയം രാത്രി 7:27 മുതൽ 10:56 വരെയാണ് ഗ്രഹണം ദൃശ്യമാകുക. 2018 ജൂലൈക്ക് ശേഷം രാജ്യത്ത് ദൃശ്യമാകുന്ന ആദ്യത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണിത്.